ഇന്നത്തെ നമ്മളൊരു ഓൾഡ് ചെയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പോയതിന് ശേഷം ഇത് നരച്ചതിന് ശേഷം നമ്മൾ ഉപേക്ഷിച്ച കസേരയായിരുന്നു, അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കസേര ഒന്ന് ഇതേപോലെ തിരിച്ചു വെക്കാം. അപ്പോൾ ആ ചെയർ നമ്മൾ തിരിച്ചു വെച്ചു. ഇനി നമ്മൾ ഇതേപോലെ ഒരു പലകയുടെ പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പലകയുടെ പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്താണ്. അത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അത് ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ വെച്ച് നമ്മൾ അതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 കാലിൽ നിന്നും സ്ക്രൂ കൊടുത്ത് നമ്മളത് നല്ല ബലത്തോടു കൂടി അവിടെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ 2 മരത്തിൻ്റെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്, വുഡ് പീസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പീസ് നമുക്ക് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുത്ത പീസ് അതിന് മുകളിൽ വെച്ച് വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്നിട വിട്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് 2 പീസ് ഒരേ അളവിൽ ഒരേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 2 പീസുകളും നമ്മുടെ കസേരയുടെ മുകൾ ഭാഗത്ത് നടുഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ 2 പീസുകളും നമ്മൾ നല്ല ബലത്തോട് കൂടിയിട്ട് അവിടെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസാണ്, ഒരു പലകയുടെ പീസാണ്. ആ പലകയുടെ പീസ് നമ്മൾ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ട് അതും ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പലകയും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പലകയുടെ മുകൾ ഭാഗത്ത് സൈഡ് ഭാഗത്ത് കൂടെ കുറച്ച് ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. ആ ഹോളിൽ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ മരത്തിൻ്റെ പീസുകൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ ഭാഗത്തെ പലകയുടെ സൈഡ് ഭാഗത്ത് കൂടെ ഓളുകൾ തയ്യാറാക്കി നമ്മൾ ഇതേപോലെ ചെറിയ പീസുകൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഹോളുകൾ തയ്യാറാക്കി നമുക്ക് അത് മുകൾ ഭാഗത്തും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ പീസിന് നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇനി നമുക്കിത് മുകൾ ഭാഗത്ത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇതാ നമ്മൾ അടിഭാഗത്ത് കൊടുത്ത നമ്മുടെ പലകയുടെ സൈഡ് ഭാഗങ്ങളിൽ നമ്മളിതാ ഇതേപോലെ റീപ്പറിൻ്റെ പീസ് കൊടുക്കുന്നുണ്ട് ബോർഡറായിട്ട്. അപ്പോൾ അത് ആണി കൊടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതാ നടുഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത 2 മരത്തിൻ്റെ പീസിൻ്റെതാ നടുഭാഗത്തായിട്ട് ഇതേപോലെ 2 ചെറിയ പീസ് മരത്തിൻ്റെ പീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് റൗണ്ട് പീസിൽ നമ്മൾ ചെത്തിയെടുത്ത പീസുകളാണ്. അത് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 പീസ് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ മരത്തിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടിഭാഗത്ത് നമ്മുടെ പലക, അതായത് ആ തട്ട് കൊടുത്തതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പൈപ്പിൻ്റെ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് പൈപ്പിൻ്റെ പീസോ അല്ലെങ്കിൽ വുഡിൻ്റെ പീസോ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി മുകൾ ഭാഗത്ത് നമ്മുടെ ചെയറിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ നമ്മൾ 3 ഹോള് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ആ ഹോള് തയ്യാറാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ചെറിയ, അതായത് വുഡിൻ്റെ പീസുകൾ കുത്തനെ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 3 പീസുകൾ നമ്മൾ 2 സൈഡ് ഭാഗങ്ങളിലായിട്ടും ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു വുഡിൻ്റെ കളർ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വുഡ്, അതായത് നമ്മൾ ഫിറ്റ് ചെയ്ത വുഡിനൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല. ഈ കസേരയുടെ, അതായത് പ്ലാസ്റ്റിക്കിൽ മാത്രം നമ്മൾ ഈ കളറൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഈ പെയിൻറ്റ് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത്, കസേരയുടെ 2 സൈഡ് ഭാഗത്തും ഇതേപോലെ ചെറിയ ഹോളുകൾ തയ്യാറാക്കി നമ്മൾ ഹുക്കുകൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാല് വരുന്ന ഭാഗത്തും നമ്മൾ ഹോൾ തയ്യാറാക്കിയിട്ട് ഹുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ സൈഡിലും 3 ഹുക്കുകൾ വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൊത്തത്തിൽ പോളിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് വരുന്ന ഭാഗങ്ങളിലൊക്കെ, അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്ത ഭാഗത്തിലൊക്കെ നമ്മളൊന്ന് വുഡിൻ്റെ വര നമ്മളൊന്ന് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തം എല്ലാ ഭാഗവും നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഓൾഡ് ചെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കിച്ചൺ റാക്ക് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റുകൾ, സാധനങ്ങളൊക്കെ, അടുക്കള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നടുഭാഗത്ത് നമുക്ക് പ്ലേറ്റ് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ നടുഭാഗത്തായിട്ട് നമുക്ക് പ്ലേറ്റുകൾ ഇതേപോലെ വെക്കാൻ കഴിയും. അതേപോലെ തന്നെ ചെറിയ പ്ലേറ്റുകൾ ഇതിൽ വെക്കാൻ കഴിയും. പ്ലേറ്റുകൾ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള പ്ലേറ്റുകളൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഈ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് വെക്കാം. ഇതിൻ്റെ ഈ
ഈ സൈഡിലും നമുക്ക് ഗ്ലാസ് വെക്കാം. രണ്ട് ഭാഗത്ത് നമുക്ക് ഗ്ലാസ് വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലാസ് വെക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലാസ്സുകൾ വെക്കാം. അപ്പോൾ അത് ഗ്ലാസ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള ചെറിയ ബോട്ടിലുകളൊക്കെ അതും നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ അത് ഗ്ലാസ്, പ്ലേറ്റ് ഇതൊക്കെ നമുക്ക് വെക്കാം. ഈ സൈഡിൽ നമുക്ക് സ്പൂണുകളൊക്കെ വെക്കാൻ കഴിയും. അതേപോലെയുള്ള സ്പൂണുകൾ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് റോൾ ചെയ്തിടാൻ കഴിയും. ഇപ്പോൾ കോരികൾ, ഇവിടെയൊക്കെ നമുക്ക് രണ്ട് ഭാഗത്ത് സ്പൂണുകളും കൈലുകളൊക്കെ ചെയ്തിടാൻ കഴിയും. ഇവിടെയും കോരികളൊക്കെ വെക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് സ്പൂണുകൾ, ചെറിയ സ്പൂണുകൾ നമുക്ക് ഇവിടെ വെക്കാൻ കഴിയും. അപ്പോൾ ഇത്ര സ്പൂണുകളാണ് അവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ബോട്ടിലുകളൊക്കെ നമുക്ക് വെക്കാൻ കഴിയും. ഇതേപോലെയുള്ള ബോട്ടിലുകൾ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് വെക്കാൻ കഴിയും. ബോട്ടിലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് വിഭാഗത്തും വെക്കാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ സ്പൂണുകൾ ഒക്കെ നമുക്ക് തൂക്കിയിടാം. ഗ്ലാസ്സുകൾ വെക്കാം. ഇതേപോലെ നമുക്ക് ഗ്ലാസ്സുകളോ ബോട്ടിലുകളൊക്കെ വെക്കാം. ഇതേപോലെ പ്ലേറ്റുകൾ വെക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് തറയിൽ ഇതേപോലെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ചുമരിൽ തൂക്കിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ തൂക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഈ ആണി, അതായത് ചുമരിൽ കൊടുക്കുന്ന ആണി നല്ല ബലത്തിൽ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തൂക്കിയിട്ടത്, അതായത് ചുമരിൽ തൂക്കിയിട്ടിട്ട് നമുക്കിത് ഹാങ്ങിങ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതാ ഈ രീതിയിൽ ചുമരിൽ ഹാങ്ങിങ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതാ ഓൾഡ് ചെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത കിച്ചൺ റാക്ക് അടിപൊളിയല്ലേ? അപ്പോൾ അത് ഒരുപാട് ഐറ്റംസുകൾ, അതായത് കിച്ചൺ ഐറ്റംസുകൾ ഒരുപാട് ഇതിൽ സ്റ്റോറേജ് ചെയ്യാൻ കഴിയും. കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു കിച്ചൺ ഓർഗനൈസറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അത് പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, സ്പൂണുകൾ, അതേപോലെ നമ്മുടെ തവികൾ, പിന്നെ നമുക്ക് ബോട്ടിലുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഓൾഡ് ചെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ കിച്ചൺ റാക്കും അതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.